4000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 1000 രൂപ പലിശ കിട്ടാൻ എത്ര വർഷമെടുക്കും? ഓക്കെ, നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ പ്രത്യേകം ഇന്ന പലിശ എന്നൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന രീതിയിൽ പറയുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? I=PNR/100. നമ്മളിവിടെ ചോദിച്ചത് എന്താണ്? എത്ര വർഷം എടുക്കുമെന്ന് ചോദിച്ചത്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് n എന്ന് പറയുന്നത് എന്താണ് എഴുതാം? I×100/PR. ഓക്കെ, ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I എന്ന് പറഞ്ഞാൽ പലിശ എത്രയാണ്? ക്വസ്റ്റ്യനിൽ 1000 എന്ന് പറയുന്നുണ്ട്. ×100/P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 4000 R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5%. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 വർഷം എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ എന്ന രീതിയിൽ. ഇനി ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം 4000 രൂപ മുതലാണ്. ഇപ്പോൾ ഈ ഇത്രയും 4000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 1000 രൂപ പലിശ കിട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു വർഷത്തിൽ എത്ര പലിശ കൊടുക്കുന്നുണ്ട്? 4000ൻ്റെ 5% ഒരു വർഷത്തിൽ പലിശ കൊടുക്കുന്നത്. ഇനി ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സൈഡിൽ നിന്നും ജസ്റ്റ് ഒരു പോയിൻ്റ് മാറ്റി നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4000ൻ്റെ ഒരു പോയിൻ്റ് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 400 രൂപ. ഈ 400 ആയിരിക്കും ഈ സംഖ്യയുടെ 10%. അപ്പോൾ ഒരു സംഖ്യയുടെ 10% കിട്ടുവാണെങ്കിൽ അതിൻ്റെ നേരെ പകുതിയായിരിക്കും 5%. അപ്പോൾ എത്രയാണ്? 200 രൂപ. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ പറഞ്ഞ എമൗണ്ട് 4000ൻ്റെ 200 രൂപയാണ് ഒരു വർഷത്തിൽ പലിശ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാം വർഷമാകുമ്പോൾ എന്താവും? 400 രൂപ കൊടുക്കും. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 1000ൽ എത്ര 200 ഉണ്ടോ അത്രയും വർഷം കൊണ്ടായിരിക്കും എന്താകുന്നത്? ഈ 1000 രൂപ കംപ്ലീറ്റ് ആകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വർഷം 200, രണ്ടാം വർഷം 400, മൂന്നാം വർഷം ആകുമ്പോൾ എന്താവും? 600. അങ്ങനെ പോയി 1000 ആകുന്ന എത്ര വർഷം കൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി 1000/200 ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 5 വർഷം. മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് എല്ലാ ദിവസവും മാക്സിമം കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.